പുതിയ പ്രോബ്ലം എഴുതിക്കോളൂ. വേറെ ടോപ്പിക്കിൽ നിന്നാണെന്ന് വെച്ചാൽ നമ്മൾ കവർ ചെയ്ത തിയറിയിൽ നിന്ന്. എ ബോഡി ഓഫ് മാസ് 2 kg. A body of mass 2 kg is at a height of a body of mass 2 kg is at a height of 50 meter from the ground എന്ന് പറഞ്ഞില്ലെങ്കിലും ഫ്രം ദ ഗ്രൗണ്ട് ആണ്. ഫ്രം ദ ഗ്രൗണ്ട് ഹൈറ്റ് പറഞ്ഞ ഗ്രൗണ്ടിൽ നിന്നാണ്. ഫ്രം ദ ഗ്രൗണ്ട്. കാൽക്കുലേറ്റ് എ പാർട്ട് പൊട്ടൻഷ്യൽ എനർജി, ബി പാർട്ട് എ പാർട്ട് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദി ടോപ്പ് എന്നാണ് കേട്ടോ. ബി പാർട്ട് കൈനറ്റിക് എനർജി അറ്റ് ദ ബോട്ടം. ഞാനിവിടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ബോഡി ഓഫ് മാസ് 2 kg അറ്റ് എ ഹൈറ്റ് 50 meter ഈസ് അലൗഡ് ടു fall freely എന്ന് കൂടി ചേർത്തു. ഈസ് അലൗഡ് ടു fall freely. ഈസ് അലൗഡ് ടു fall freely. താഴേക്കിടുന്നു മാത്രമേ ഉള്ളൂ. ഈസ് അലൗഡ് ടു fall freely. എ പാർട്ട് കഴിഞ്ഞു, പി അറ്റ് ദി ടോപ്പ്, ബി പാർട്ട് കഴിഞ്ഞു, കെ അറ്റ് ദി ബോട്ടം, സി പാർട്ട്. പൊട്ടൻഷ്യൽ എനർജി ആഫ്റ്റർ ഇറ്റ് ഹാസ് traveled 10 meter. D part kinetic energy at that position E എന്ന ഭാഗം പൊട്ടൻഷ്യൽ എനർജി at a height 20 meter. F എന്ന ഭാഗം കൈനറ്റിക് എനർജി അറ്റ് ദാറ്റ് പൊസിഷൻ. ചെയ്യാം. ഇതും നമുക്കിന്ന് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. നോക്കിക്കോളൂ. മാസ് 2 കിലോ ആണ്. ജിയുടെ വാല്യൂ തന്നിട്ടില്ല. നമുക്ക് 10.8 എന്ന് എടുത്ത് 10 ആക്കി ചെയ്യാം. ചോദ്യം നിങ്ങൾ ജി വാല്യൂ തരാത്തതുകൊണ്ട് 10 ആയി അസ്യൂം ചെയ്തു എന്ന് പറയണം. പൊട്ടൻഷ്യൽ എനർജി അടുത്ത ടോപ്പ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? mgh പഠിച്ചു കഴിഞ്ഞു. മാസ് എത്രയാണ്? 2 കിലോ. ജി 10 എന്ന് എടുത്തു. h 50 മീറ്റർ. ഫസ്റ്റ് ആൻസർ വരാൻ പോകണം. 2 × 10 20, 210. അപ്പോൾ 1000 ജൂള് ജെ എന്നിട്ടാൽ മതി. ഒരു ആൻസർ കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് ബി പാർട്ട് കൈനറ്റിക് എനർജി അറ്റ് ദി ബോട്ടം. ഇത് അറ്റ് ദ ടോപ്പാണ് കിട്ടിയ ആൻസർ. അറ്റ് ദ ടോപ്പ്. പിന്നെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചു അറ്റ് ദ ടോപ്പ്. കെ അറ്റ് ദി ബോട്ടം നമ്മൾ എനർജി കൺസർവേഷൻ തിയറി പഠിച്ചതല്ലേ. ഈക്വൽ ടു പി അറ്റ് ദി ടോപ്പാണ്. പി അറ്റ് ദി ടോപ്പ് കിട്ടിയതാണ്. അതുകൊണ്ട് കെ അറ്റ് ദി ബോട്ടം എന്നുള്ളതിന് ആൻസർ 1000 ജൂൾ തന്നെയാണ്. പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചെയ്ത് കാണിക്കാം 1000 ജൂൾ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ ഒരു ബേസിക് തിയറി പഠിച്ചു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പഠിച്ചു കഴിഞ്ഞു. അതിലെന്താ പഠിച്ചേക്കണേ? ഒരു ബോഡി ഫ്രീ ആയി ഫാൾ ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്ന് വിടുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഇല്ല. കാരണം വിടാൻ പോകുന്നുള്ളപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന് ഇനീഷ്യൽ സ്പീഡ് 0 ആണ്. നോ കൈനറ്റിക് എനർജി. സ്പീഡ് ഉണ്ടെങ്കിലല്ലേ കൈനറ്റിക് എനർജി ഉള്ളൂ. ഹൈറ്റ് ഉണ്ട്. 50 മീറ്റർ ഹൈറ്റിലാണ്. 50 മീറ്റർ ഹൈറ്റിലാണ് പരമാവധി അതിനെ കൊണ്ട് ചെന്നേക്കുന്ന ഹൈറ്റ്. അപ്പോൾ അതിന് പരമാവധി പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. 1000 ജൂൾ. 20 × 5 100. ശരിയാണ്, 1000 ജൂൾ. കെ അറ്റ് ദി ബോട്ടം, പി അറ്റ് ദി ടോപ്പ് തന്നെയാണ്. ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. പടം വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത്ര ഹൈറ്റ് 50 മീറ്റർ എന്ന് അസ്യൂം ചെയ്താൽ പോരെ. പടം വരയ്ക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ പി ആണ് താഴെ എത്തുമ്പോഴത്തെ. എത്തിക്കഴിഞ്ഞാൽ 0 ആവും. ഇതെല്ലാം അത് ഹീറ്റൊക്കെയാണ് കൺവേർട്ട് ചെയ്യും.
താഴെ വന്നൊരു ബോഡി അടിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ആ ബോഡി ചൂടാകും, ഗ്രൗണ്ടും ചൂടാകും. അപ്പോൾ ഈ മെക്കാനിക്കൽ എനർജി ഒന്നും ഇല്ലാണ്ടായി. കെ ഇ 0 ആയി, പി ഇ 0 ആയി. കാരണം ഹൈറ്റ് ഇല്ലാണ്ടായി, വെലോസിറ്റിയും ഇല്ലാണ്ടായി. അത് വീണ് കഴിഞ്ഞാലാണ്. വീഴുമ്പോൾ കെ ഇ അറ്റ് ദി ബോട്ടം, ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ, കെ ഇ അറ്റ് ദി ബോട്ടം എന്നുള്ള ഉദ്ദേശിച്ചത് താഴെ എത്തുമ്പോൾ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ എടുത്തോളൂ. അത് കെ ഇ അറ്റ് ദി ബോട്ടം എന്ന് പറഞ്ഞാൽ പി അറ്റ് ദി ടോപ്പാണ്. പി അറ്റ് ദി ടോപ്പ് കിട്ടിയ 1000 ജൂള്. അപ്പോൾ ആ ഉത്തരം ഇറക്കിയാൽ മതി. ഇനി 1000 ജൂള് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, പ്രൂവ് ദ ബോട്ടമിൽ എത്തുമ്പോഴത് കൈനറ്റിക് എനർജി ടോപ്പിലുണ്ടായിരുന്ന 1000 ജൂള് തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ താഴെ എത്തുമ്പോഴത്തെ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഞാൻ ഈ സെക്കൻഡ് പാർട്ട് തന്നെ ഒന്നുകൂടി ചെയ്യാണ് വേറെ തരത്തിൽ കേട്ടോ. v² = u² + 2as ഞാൻ ഇട്ട് കൊടുക്കാൻ പോകും. താഴെ എത്തുമ്പോഴത്തെ വെലോസിറ്റി സ്ക്വയർ എനിക്ക് അറിയില്ല, ഞാൻ v² തന്നെ എഴുതി പോകാൻ പോകും. തുടങ്ങുന്ന സമയത്ത് ഡ്രോപ്പ് ചെയ്യാണല്ലോ, അപ്പം 0 നിന്നാണ് ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ u0 എടുത്തു, 2 × a g എടുത്തു, എസിനെ h എടുത്തു. അപ്പോൾ v² ചെക്ക് ചെയ്യാൻ പോകും. 2 × g 10 എടുത്തു, h 50 തന്നെയാണ്. അപ്പോൾ 2 × 10 20 × 50 1000. ഇത് v² വിലയായുള്ളൂ. ഇനി ഹാഫ് എം v² ചെയ്യണം. ഹാഫ് × m × v². ഇതാണ് കൈനറ്റിക് എനർജി. താഴെ എത്തുമ്പോഴത്തെ വെലോസിറ്റി സ്ക്വയർ 1000 എനിക്ക് കിട്ടി. അപ്പോൾ ഹാഫ് ഇൻറ്റു മാസ് എത്ര, 2 കിലോ അല്ലേ? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ആ 2 വെട്ടിക്കും. v² എന്ന് പറഞ്ഞാൽ 1000. ആ 1000 തന്നെ ഉത്തരമായിട്ട് വന്നിരുന്നു. ഈക്വൽ 1000 ജൂള്. നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. എന്താ, ടോപ്പിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ ബോട്ടമിൽ എത്തുമ്പോഴത്തെ കൈനറ്റിക് ആണെന്ന് മറ്റു തരത്തിൽ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് തേർഡ് ഇക്വേഷൻ എടുത്തു. തിയറിയിൽ ഇത് തന്നെ നമ്മൾ പഠിച്ചത്. v² = u² + 2as എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത് തിയറി. അതായത് v² കാൽക്കുലേഷൻ ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 1000 ജൂൾ എന്നാണ്. 1000 ജൂൾ എന്ന് കിട്ടിയാൽ 1000 ജൂൾ എടുത്ത് ഹാഫ് എം v² കോപ്പി ചെയ്യണം. v കാണേണ്ട ആവശ്യമില്ല. v കണ്ട √1000 കിട്ടും, അതിൻ്റെ ആവശ്യമില്ല. √1000 സ്ക്വയർ 1000 ആണ്. അപ്പോൾ പിന്നെ v കാണേണ്ട ആവശ്യമില്ല, v² കണ്ടുവച്ചാൽ മതി. കാരണം ഫോർമുലയിൽ ഹാഫ് എം v² ആണ് ഫോർമുല. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈക്വൽ ഹാഫ് എം v². താഴെ എത്തുമ്പോഴത്തെ ഇതാണ് വിട്ട സ്ഥലം, ഇതാണ് ഗ്രൗണ്ട് ആംഗിൾ. ഇവിടുന്ന് വിടുന്ന സമയത്ത് u = 0. താഴെ എത്തുമ്പോഴത്തെ v (?). ആ വിയുടെ സ്ക്വയറാണ് എനിക്ക് കിട്ടിയത്, 1000 കിട്ടിയത്. താഴെ തുടങ്ങിയ സ്ഥലം ഇതാണ്, തുടങ്ങിയ സ്ഥലം ഇത് അവസാനിച്ച ഗ്രൗണ്ടാണ്. അപ്പം അങ്ങനെ പോകുന്നോണ്ടേ ഇരിക്കുകയാണ്. തുടങ്ങുമ്പോൾ 0 വേഗത, അവസാനിക്കുമ്പോഴത്തെ വേഗതയുടെ സ്ക്വയറാണ് നമുക്ക് 1000 എന്ന് കിട്ടിയത്. അതേ ബോഡി, ഈ ബോഡി അവിടെ നിന്ന് വിട്ടു, ആ ബോഡി താഴെ എത്തുന്നു, എത്തിയെന്നല്ല എത്തുന്നു. ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ തന്നെ ഇത്രയോട് ഡയഗ്രാം പറഞ്ഞില്ല. ഈ ഹൈറ്റാണ് നമുക്ക് കണക്കിൽ തന്നിരുന്നത് 50 മീറ്റർ. സിമ്പിളാണ് കാൽക്കുലേഷൻ. ഇനി നമ്മൾ 2 പാർട്ട് കഴിഞ്ഞു, 3ാമത്തെ പാർട്ടിലേക്ക് കയറാൻ പോകട്ടോ. ചെയ്തല്ലോ, ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തോളൂ. മാസ് 2 കിലോ ഓർമ്മയിലൊക്കെ അതിൽ മാറ്റിയിട്ട്, മാസ് 2 കിലോ, ഹൈറ്റ് 50 ഓർമ്മയിൽ നോക്കിയിട്ട് എ പാർട്ട് കഴിഞ്ഞത് മാച്ചു, ബി പാർട്ട് കഴിഞ്ഞത് മാച്ചു. ഇനി സി പാർട്ടിലേക്ക് കയറാൻ പോകണം. സി പാർട്ട് എന്താണ്? സി പാർട്ട് പി ആഫ്റ്റർ ഇറ്റ് ഹാസ് ട്രാവൽഡ് 10 മീറ്റർ. പൊട്ടൻഷ്യൽ 10 മീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ 10 മീറ്റർ താഴേക്ക് യാത്ര ചെയ്താൽ ബാക്കി എത്ര ഹൈറ്റിലാണ്? 40 മീറ്റർ ഹൈറ്റിലാണ്. നമ്മുടെ തിയറിയിൽ ഒരു എക്സ് എന്നൊക്കെ എടുത്തില്ലേ? മുകളിൽ നിന്ന് വീഴുന്ന ദൂരം എക്സ്, ബാക്കി x - x എന്നൊക്കെ എടുത്തില്ലേ തിയറിയിൽ? ആ നീങ്ങിയ ദൂരം എക്സ് എന്ന് എടുത്താൽ, എക്സ് എന്ന് എഴുതണമെന്നില്ല, മനസ്സിൽ വെച്ചാൽ മതി. 10 മീറ്ററാണ്. 50 മീറ്റർ ആകെ യാത്ര ചെയ്യാനുണ്ട്. 10 മീറ്റർ താഴേക്ക് വീണാൽ ബാക്കി ഇനി എത്രയുണ്ട്? 40 കൂടി ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എച്ച് എത്രയാണ്? 40ആണ്. അപ്പോൾ തേർഡ് പാർട്ട് ചെയ്യാൻ പോകണം. പി ആഫ്റ്റർ ഇറ്റ് ഹാസ് ട്രാവേഴ്സ്ഡ് അല്ലെങ്കിൽ ട്രാവൽഡ് 10 മീറ്റർ. ഇപ്പോഴത്തെ പുതിയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു x' എന്ന് എഴുതാം, 40 മീറ്ററാണ്. പുതിയ പൊട്ടൻഷ്യൽ എനർജി എഴുതാം അറ്റ് 40 മീറ്റർ ഹൈറ്റ് എന്നാണ് എഴുതുന്നത്. ഈക്വൽ ടു m × g × വേറെ x ആണല്ലോ, x'. മാസ് എത്രയാണ്? മാസ് എത്രയാണ്? എത്രയായിരുന്നു മാസ്? 2 kg. 2 × 10 × 40. പൊട്ടൻഷ്യൽ എനർജി സി പാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2 × 10 20. അപ്പോൾ 800 എന്ന് കിട്ടും. 800 ജൂള്. തുടക്കത്തിൽ 1000 ജൂൾ ഉണ്ടായിരുന്നു, അതിലിപ്പോൾ 800 ജൂളിലേക്ക് കുറഞ്ഞു. കാരണം ഹൈറ്റ് കുറഞ്ഞല്ലോ.
സി പാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. പൊട്ടൻഷ്യൽ എനർജി ആഫ്റ്റർ ഇറ്റ് ഹാസ് ട്രാവേഴ്സ്ഡ്, അല്ലെങ്കിൽ ട്രാവൽഡ് എന്ന് പറയും. ട്രാവേഴ്സ്ഡ് തന്നെയാണ് ട്രാവേഴ്സ്ഡ് എന്നൊക്കെ പറയും കേട്ടോ. ട്രാവൽഡ് തന്നെയാണ് മീനിങ്. അപ്പോൾ ഇനി ഡി പാർട്ട് കെ ഇ അറ്റ് ദാറ്റ് പൊസിഷൻ വെച്ച് എളുപ്പമാണ്. കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് നാലാമത്തെ പാർട്ട് ചെയ്യാൻ പോകുന്നത്. 800 ജൂളാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. ബാക്കി കെ ഇ അറ്റ് ദാറ്റ് പൊസിഷൻ എന്ന് തന്നെ എഴുതി പോവാം. ഏതാ ഡി പാർട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. പാർട്ട് ഡി ആണിത്. കെ ഇ അറ്റ് ദാറ്റ് പൊസിഷൻ 1000 ജൂളിൽ 800 ജൂള് എന്താണ്? പൊട്ടൻഷ്യലാണ്. ബാക്കി കൈനറ്റിക് ആണ്. 200 ജൂളാണ് ഉത്തരം. 200 ജൂള് ആൻസർ ആയി കഴിഞ്ഞു. 200 ജൂൾ. പി അറ്റ് എ ഹൈറ്റ് 20 മീറ്റർ. ഈ പാർട്ട് ചെയ്യാൻ പോകണം. പി അറ്റ് എ ഹൈറ്റ് 20 മീറ്റർ ചെയ്യേണ്ടി വരും. 20 മീറ്റർ വെച്ചിട്ട് പുതിയ ഒരു ഈ പാർട്ട് ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി അറ്റ് 20 മീറ്റർ ഹൈറ്റ് എന്ന് എഴുതട്ടെ. ഈക്വൽ ടു mg. എച്ച് പിന്നെ മാറി എച്ച് ഡബിൾ ഡാഷ് എന്നൊന്നും എഴുതാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നില്ലെങ്കിലും കുഴപ്പമില്ല. മാസ് 2 കിലോ. ജി 10 എന്നെടുത്തു. 20 മീറ്റർ പൊക്കത്തിലാണ് ഇപ്പോഴ്. ഇപ്പം എച്ച് മാറിയോണ്ട് എച്ച് ഡബിൾ ഡാഷ് ആക്കിയത്. നേരത്തെ എച്ച് ഡാഷ് കിട്ടുമല്ലോ. നമുക്ക് ഇഷ്ടമുള്ള സിമ്പിളൊക്കെ ഇടാം ഫിസിക്സിൽ. 2 × 10 20 × 20 400 ജൂളാണ് അപ്പോഴത്തെ പൊട്ടൻഷ്യൽ. അപ്പോൾ എഫ് എന്ന പാസ് ചെയ്യാൻ എളുപ്പമാണ്. കൈനറ്റിക് എനർജി അറ്റ് ദാറ്റ് പൊസിഷൻ 400 ജൂളും കഴിച്ച 1000 ബാക്കി 600 ജൂളുണ്ട്. ഇങ്ങനെ എഴുതിയാൽ പോരാതെ എഴുതണം കേട്ടോ ഒരു സ്റ്റെപ്പ്. ഞാൻ നേരെ എഴുതിയത് ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടാണ്. 1000 ജൂള് ടോട്ടലാണ്. അതിൽ 400 വെച്ചാൽ ബാക്കി 600 ജൂളാണ് ആ പൊസിഷനെ കൈനറ്റിക്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാനൊരു പ്രോബ്ലം എഴുതിയെടുത്തുള്ളൂ. ഇതേമാതിരി പറഞ്ഞാൽ മതി. ഒരെണ്ണം ഇപ്പം തന്നെ ഇരുന്ന് ചെയ്തു നോക്കാൻ. ഈ വീഡിയോ ഒക്കെ കേട്ടാൽ ഒരെണ്ണം കൂടി ഈ നോട്ടിലേക്ക് ചെയ്ത് ഹോംവർക്കായിട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങോട്ട് അയക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പ്രോബ്ലം ചെയ്തൊക്കെ ഇങ്ങോട്ട് അയക്കണം കേട്ടോ. നമുക്ക് നോട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങോട്ട് അയക്കണം. ഇന്ന് അയക്കണ്ട, നാളെ വൈകിട്ട് 4 മണിക്കുള്ള അയച്ചാൽ. പഠിക്കണമല്ലോ പരീക്ഷയ്ക്ക്. ഇന്ന് അയക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി. പഠിക്കുമ്പോഴൊക്കെ റെഡിയാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. നാളെ വൈകിട്ട് 3 മണിക്ക് ശേഷം 4 മണിക്കുള്ളിൽ അയച്ചാൽ മതി. ഒരെണ്ണം കൂടി മോഡൽ ചെയ്യാനായിട്ട്. അടുത്ത് എ ബോഡി ഓഫ് മാസ് 8 kilogram is at a height of 196 meter from the ground എന്നാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഗ്രൗണ്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. G = 9.8 m/s². അങ്ങനെ തന്നെ എടുക്കണം. കണക്കിലത് തന്നാൽ അങ്ങനെ തന്നെ എടുക്കണം. ഒന്ന്, കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് ഹൈറ്റ്. 2, കൈനറ്റിക് എനർജി അറ്റ് ദ ബോട്ടം. Third part, potential energy at the midpoint. 4, kinetic energy at the midpoint. അഞ്ചാമത്തെ പാർട്ട് kinetic energy at a height of 196 അപ്പാടെയുള്ള ഹൈറ്റ്. പകുതി എഴുതട്ടെ. ഹൈറ്റ് ഓഫ് പകുതി വേണ്ട, പകുതി പറഞ്ഞ് എഴുതും. ഹൈറ്റ് ഓഫ് 96 മീറ്റർ. 96 മീറ്റർ. ആറാമത്തെ പാർട്ട് പൊട്ടൻഷ്യൽ എനർജി. അഞ്ചാമത്തെ പാർട്ട് മുഴുവൻ ആറാമത്തെ പാർട്ട് ചെയ്യാട്ടോ.
അറ്റ് ദാറ്റ് പൊസിഷൻ. കൈനറ്റിക് ചോദിച്ചാലും പൊട്ടൻഷ്യൽ ചെയ്തിട്ട് ടോട്ടലിൽ നിന്ന് കുറച്ചാൽ മതി. പൊട്ടൻഷ്യൽ ചെയ്യാൻ എളുപ്പമാണ്. കൈനറ്റിക് മാത്രം ആദ്യം കൊണ്ട് ചെയ്യണമെങ്കിൽ വി സ്ക്വയർ കണ്ടുപിടിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കൺസർവേഷൻ ഓഫ് തിയറി, മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷൻ നമുക്ക് അറിയാം. പൊട്ടൻഷ്യൽ ചെയ്തിട്ട് കൈനറ്റിക്കിലേക്ക് വരായിരിക്കും നല്ലത്. പി അറ്റ് ദാറ്റ് പൊസിഷൻ, പി കാണാൻ എളുപ്പമാണ്. ഹൈറ്റ് കിട്ടിയ പിന്നെ പി കാണാൻ എളുപ്പമാണ്, mgh. എന്നിട്ട് ആകെ എനർജിയിൽ നിന്ന് ആ വാല്യൂ കുറച്ചാൽ, അപ്പോൾ ഈ അഞ്ചാമത്തെ ചെയ്യുന്നതിനും ആറാമത്തെ ചെയ്തത് നല്ലതാണ്. കുഴപ്പമില്ല. കെ അറ്റ് ഹൈറ്റ് ഓഫ് 196 എന്ന് പറഞ്ഞാൽ എത്ര വീണു? അല്ല 96, 196 ആകെ പോകും. അതിൽ 96 ഇങ്ങോട്ട് പോന്നാൽ ബാക്കി ഇനി 196 100 മീറ്റർ പൊക്കത്തിലാണ്. അപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പം, പി അറ്റ് ദാറ്റ് പൊസിഷൻ ചെയ്യാൻ എളുപ്പം. എന്നിട്ട് ഇതിലേക്ക് വരാണെങ്കിൽ നല്ലത്. അങ്ങനെയാണ് ചെയ്തോളൂ. ഈ 96 ഹൈറ്റിലെന്ന് പറഞ്ഞാൽ എത്ര നീങ്ങി കഴിഞ്ഞു? മുകളിൽ നിന്ന് 196 മീറ്റർ പൊക്കത്തിലാണ്. അപ്പോൾ 96 എന്ന ഹൈറ്റിലെ കെ കാണാൻ പറഞ്ഞാൽ 100 മീറ്റർ നീങ്ങി കഴിയുമ്പോഴത്തെ വെലോസിറ്റിയുടെ സ്ക്വയർ ചെയ്യേണ്ടി വരും. അത് തേർഡ് ഇക്വേഷനിട്ട് ചെയ്യാം. വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as ഡിസ്പ്ലേസ്മെന്റ് 100 എന്നിട്ട് ചെയ്യാം. ഹൈറ്റാണ് 96 മീറ്റർ എന്ന് തന്നേക്കണം. ആദ്യം 196ലാണ്, അവിടെ നിന്ന് 100 മീറ്റർ താഴേക്ക് വീണു എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോഴല്ലേ 96 ആവുള്ളൂ. 100 മീറ്റർ താഴേക്ക് വീഴുമ്പോഴല്ലേ ബാക്കി 96 മീറ്റർ ആവുള്ളൂ. അപ്പോൾ ഈ ആറാമത്തെ പാർട്ട് ചെയ്തിട്ട് അഞ്ചാമത്തെ പാർട്ടിലേക്ക് വരാണ് നല്ലത്. അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കുന്നത് മാത്രം. വി സ്ക്വയർ കണ്ട് ഹാഫ് എം വി സ്ക്വയർ കണ്ട നേരിട്ട് ഇതിലേക്ക് വരാം. എന്നിട്ട് ടോട്ടൽ ആദ്യം കിട്ടിയ ആൻസർ, ഫസ്റ്റ് ആൻസർ പി അറ്റ് ദാറ്റ് ഹൈറ്റ്, ആ എന്താണ് ആ ഹൈറ്റിലുള്ള പി കണ്ടിട്ട്, അതാണല്ലോ എപ്പോഴത്തേക്കും ടോട്ടൽ എനർജി. നമ്മുടെ തിയറിയിൽ എന്താ? mgh 3 ഭാഗങ്ങളെടുത്ത് നമ്മൾ തിയറി പ്രൂവ് ചെയ്ത്. ടോപ്പ് മോസ്റ്റ് സൈഡിൽ mgh ടോട്ടൽ, ബോട്ടമിൽ എത്തുമ്പോഴും mgh ടോട്ടൽ, ഇടയ്ക്ക് ഒരു സ്ഥലം എടുത്തു ഇൻ്റർമീഡിയറ്റ് പൊസിഷൻ, അപ്പോഴും ടോട്ടൽ ചെയ്തപ്പോൾ mgh കിട്ടും. കാരണം എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിൽ എപ്പോഴും വേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ കണ്ടമാനം ചോദ്യങ്ങളായി ചെയ്യണം. ഒറ്റ ചോദ്യത്തിൽ തന്നെ നമ്മൾ 6 ചോദ്യങ്ങൾ ഉണ്ടാക്കിയേക്കാണ്. ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ 6 ചോദ്യം ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ 6 പ്രോബ്ലം ചെയ്യുന്നതിന് തുല്യമാണത് ശരിക്കും. അപ്പോൾ ഇത് ഹോംവർക്കായി ചെയ്യണം. മാസ് 8, G 9.8. ഇനി നമുക്കിത് അപ്രോക്സിമേറ്റ്ലി 10 എടുത്താണ് ചെയ്യാൻ പോണേ എന്ന് എഴുതിയിട്ട് ചെയ്യാം. നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ. 9.8 വെച്ച് ഗുണിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 9.8 അപ്രോക്സിമേറ്റഡ് ആസ് 10 എന്നൊരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ട് പരീക്ഷയാണ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ആൻസറിൽ 9.8 വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും 10 വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും കുറച്ച് വ്യത്യാസം വരും. ആയിക്കോട്ടെ, അതുകൊണ്ട് മാർക്കൊന്നും കുറയ്ക്കില്ല. ബിക്കോസ് സമയം സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്തതാണെന്നുള്ളത് പരീക്ഷ പേപ്പർ നോക്കുന്ന സാർ അല്ലെങ്കിൽ ടീച്ചർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നോബഡി വിൽ റെഡ്യൂസ് യു മാർക്ക്. പക്ഷേ ഒരു സെൻറ്റൻസ് എഴുതണം. G is given as 9.8 meter per second square for doing the problem approximate as 10 എന്നൊരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ട് ചെയ്തോളൂ കാര്യം. നോബഡി വിൽ റെഡ്യൂസ് യു മാർക്ക്. ഞാനാ ഗ്യാരണ്ടി ചെയ്തു. കാരണം ഞാനത് ഗ്യാരണ്ടി ചെയ്യാൻ കാരണമുണ്ട്. നമ്മുടെ 2 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞ കുട്ടികളുടെ മാർക്ക് വന്നു കഴിയുമ്പോഴേ ഫിസിക്സ് 200-ലാണ്, കെമിസ്ട്രി 200-ലാണ്, മാത്സ് 200-ലാണ്, ബയോളജി 200-ലാണ്, ഇംഗ്ലീഷ് 200-ലാണ്, ഹിന്ദി ഓർ മലയാളം 200-ലാണ്. അങ്ങനെ 6 വിഷയങ്ങളുണ്ട്. +1 540 മാർക്ക് കിട്ടും. CBSE അല്ല, കേരള. +2 540 കഴിഞ്ഞ് ബാക്കി 1200 660 മാർക്ക് അല്ലേ. +1 540, +2 പ്രാക്ടിക്കൽ കിടക്കുക 660. ഇത് കൂട്ടുമ്പോൾ 1200 ആയോ നോക്കിയാൽ മതി. 1200 മാർക്കാണ്. ഇത് 11th മാർക്കാണ്, ഇത് 12th മാർക്ക്. അപ്പോൾ 11th ഈ 540 ഔട്ട് ഓഫ് 540 കിട്ടാൻ ഇത്തിരി പാടാണ്. എന്നാലും ഇമ്പ്രൂവ്മെൻ്റ് അടക്കം ആൾക്കാർ മേടിക്കും. ഇന്നലെ എനിക്കൊരു കോൾ വന്നിരുന്നു +2-ൽ നിന്ന്. അഞ്ജന എന്നൊരു കുട്ടിയാണ് പിടിക്കുക. ഓക്കെ, 77 മാർക്കുണ്ട് 80-ൽ ഫിസിക്സിന് ഫസ്റ്റ് ഇയറിന് മാർക്ക് വന്നു. അവൾ എന്നോട് ചോദിക്കുകയാണ്, സാറേ എനിക്ക് വേറെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് 100-ൽ കിട്ടിയത് 87-ആണ്. 3 മാർക്ക് കൂടി കിട്ടിയാലേ A+ ആവുള്ളൂ. നമ്മളത് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. ഇത് 90-ന് മുകളിൽ കൊണ്ടുവരാം. കാരണം 5 A+ ഒതുങ്ങും. +1 മാർക്ക് 6 A+ന് 5 A+ ആയി ഒതുങ്ങും. 12-ാം ക്ലാസ്സിൽ വരുമ്പോൾ 3 മാർക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റിയാൽ മതി. 93 12-ാം ക്ലാസ് കിട്ടിയാൽ മതി ഇംഗ്ലീഷിന്. അപ്പോൾ ഇവിടെ 3 കുറഞ്ഞു, ഇവിടെ 3 കൂടി 90-ആണല്ലോ A+. അപ്പോൾ ടോട്ടൽ 90 ആയല്ലോ. 200-ൽ 9 വരട്ടെ, 180 ഇത് കൂട്ടുമ്പോൾ 180 മതിയല്ലോ. പക്ഷേ റിസ്ക് എടുക്കണ്ട. ഇത് എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം.
ഇതങ്ങ് സെക്കൻഡ് ഇയറിൽ കിട്ടിയില്ലെങ്കിലോ അത്ര ഓവർ കോൺഫിഡൻ്റ് ആവണം. ഇംഗ്ലീഷ് ചെയ്യണം. ഫിസിക്സിനാണ് 5.5 77 കിട്ടിയാണ്. അയാൾ ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഞാൻ ചെയ്യണം, അത് ഞാൻ 90 95 മേടിക്കും. ഐ ആം ഷുവർ. എവിടെയൊക്കെ ഇത്തിരി തെറ്റി, അതുകൊണ്ടാണ് കിട്ടാം. ഇത് 80 ആക്കാൻ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചത്. നമ്മൾ 3 മാർക്കിന് വേണ്ടി ചെയ്യണോ? ചെയ്യാൻ സാറേ, അതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അവളൊരു 3 മാർക്ക് കൂടി മേടിക്കും. ഇമ്പ്രൂവ്മെൻറ്റിൽ അവൾ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അവളെ 80 മേടിക്കും. സെക്കൻഡ് ഇയറിലോ 120 മാർക്ക്. സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ അടക്കം 120 മാർക്ക്. സെക്കൻഡ് ഇയറിൽ 120 കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സിന് 200 200 എല്ലാ വർഷവും കിട്ടാറുണ്ട് കുട്ടികൾക്ക്. കെമിസ്ട്രി 200 200 മേടിച്ചാൽ ഇഷ്ടംമാതിരി കുട്ടികളുണ്ട്. ബയോ മാത്സൊക്കെ അങ്ങനെ തന്നെ. ഇംഗ്ലീഷ് 200 200 കിട്ടാൻ ഇത്തിരി പാടാണ്. പിന്നെ NCCയിലും സ്കൗട്ട് ഗൈഡ് മറ്റേ NSSലൊക്കെ ഉള്ള പിള്ളേരെ ഗ്രേഡ് മാർക്ക് കൂടി ചേർത്ത് കഴിയുമ്പോൾ 200 200 തട്ടിയെടുക്കാറുണ്ട്. ഹിന്ദി 200 200 ഏത് മണ്ഡലം കിട്ടും. മണ്ഡലം അല്ലാത്തവർക്ക് എന്തായാലും കിട്ടുക. 6 പേപ്പറായി നോക്കും. 1200 1200 കുട്ടികൾക്ക് കിട്ടാറുണ്ട് സാധാരണ. എല്ലാ വർഷവും അല്ല, ചില വർഷങ്ങളിൽ. സം സ്മാർട്ട് സ്റ്റുഡൻസ് ദേ യൂസ് ടു ഗെറ്റ് 1200 1200. അപ്പോൾ അവരോട് ഞാൻ പറയാറ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ 9 പോയിന്റ് കറക്റ്റ് 10 എഴുതിക്കോ, പക്ഷെ ഒരു സെൻറ്റൻസ് എഴുതണം. അതുകൊണ്ടൊന്നും അവരെ മാർക്ക് ഇതുവരെ ചരിത്രത്തിൽ കുറഞ്ഞിട്ടില്ല. 30 വർഷത്തെ ചരിത്രത്തിൽ ഒരു കുട്ടിയുടെ മാർക്ക് പോയില്ല. റാംമോഹൻ്റെ കുട്ടി പണ്ട് പഠിച്ചിരുന്നു ആലുവ UC കോളേജിൽ. അന്ന് +2 അല്ല, അന്ന് പ്രീ ഡിഗ്രിയാണ്. ശർമ്മ സാറിൻ്റെ മകനാണ്. പറവൂര സ്കിർലി സ്കൂളിൻ്റെ തൊട്ടടുത്ത വീട്. SBTയിലെ സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത സാർ ശർമ്മ സാർ. ശർമ്മ സാറിൻ്റെ 2ാമത്തെ മകൻ, മൂത്ത മകനെ പഠിച്ചിട്ടില്ല, 2ാമത്തെ മകൻ വലിയ ഉദ്യോഗസ്ഥനാണ്. ICICI ബാങ്കിൽ ടോപ്പ് ലെവൽ പോസ്റ്റ് ഇരിക്കുകയാണ് ഇന്ന്. ഈസ് ഡ്രോയിങ് മോർ ദാൻ 8 lakhs സാലറി പെർ മന്ത്. DGM ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്നൊക്കെ പറയും. വലിയൊരു പോസ്റ്റ് ഇരിക്കുകയാണ്. റാംമോഹൻ 1ാം റാങ്ക് മേടിച്ചാണ് 12th റിസൾട്ട്. പണ്ടത്തെ പ്രീ ഡിഗ്രി, ഇപ്പോഴത്തെ +2. ഇല്ലേ സാറേ? റാംമോഹൻ അറിയില്ലേ സാറ്? ശർമ്മ സാറിന് മകൻ, സെക്കൻഡ് സൺ ഓഫ് ശർമ്മ സാർ. ഹി ഗോട്ട് ഫസ്റ്റ് റാങ്ക്. അയാളുടെ ബാച്ചിലൊരു മന്നത്തൊരു ജാൻസി അലി എന്നൊരു കുട്ടി പഠിക്കുന്നത്. ഷീ ഗോട്ട് സെക്കൻഡ് റാങ്ക്. അയാൾ 2ാം ഗ്രൂപ്പായിരുന്നു, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. റാംമോഹൻ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു, ഫിസിക്സ് കെമിസ്ട്രി മാത്സ്. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പുകാർക്ക് മാത്സ് പഠിക്കണം, ഫിസിക്സും കെമിസ്ട്രി പഠിക്കണം, ബയോ പഠിക്കണം. സെക്കൻഡ് ഗ്രൂപ്പ് ഞാനൊക്കെ അങ്ങനെ പഠിച്ചു. സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് ബയോ പഠിക്കണം, മാത്സ് പഠിക്കണം, ഫിസിക്സ് കെമിസ്ട്രി പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ എല്ലാവർക്കും പഠിക്കും, മലയാളം കേട്ടോ. സോ സെക്കൻഡ് ഗ്രൂപ്പിൽ ജാൻസി ഗോട്ട് സെക്കൻഡ് റാങ്ക് ഇൻ ദ MG യൂണിവേഴ്സിറ്റി എക്സാം. റാംമോഹൻ ഗോട്ട് ഫസ്റ്റ് റാങ്ക് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ റാങ്ക് എടുത്ത് കളഞ്ഞപ്പോൾ അതിന് ചാമ്പോയി. പണ്ട് റാങ്കിന് വേണ്ടി പഠിപ്പിക്കായിരുന്നു. 1ാം റാങ്കിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. 1ാം റാങ്ക് മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇയർ എന്താണെന്ന് ഓർക്കണില്ല. വേ ബാക്ക് I think it is a second or third batch of Scientifica. We started in 1991. സുമയൊക്കെ വന്നതിന് ഇവിടെ അല്ല, ഞാൻ കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷമാണ്. 93 എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ we got married in 91, 92 or 93. 93 റിസൾട്ടാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. സോ അവരോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. സാറേ 9.8 10 എടുത്തോളാം ഞാൻ പറയാം, ഒരു പ്രശ്നം. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്യാൻ വെച്ചാണ് ഞാൻ മറന്നുപോയി. റെക്കോർഡ് ചെയ്യാൻ